ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വേളാങ്കണ്ണി വീഡിയോയാണ്. എൻ്റെ വേളാങ്കണ്ണി വീഡിയോയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം. കാര്യം വേളാങ്കണ്ണിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ, അതിൻ്റെ എല്ലാം ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പാകാതെ മുഴുവൻ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ രാത്രി 10:30 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് 16188 എന്ന ട്രെയിനിനാണ് ഞാൻ നാഗപട്ടണത്ത് എത്തിയിരിക്കുന്നത്. നമ്മൾ വന്ന ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ സമയം 10:45. ട്രെയിൻ വന്നപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ കാണുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിൻ. ഈ ട്രെയിൻ പോകുന്നത് 11:30 പോകുന്നത്. നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുന്ന ട്രെയിൻ എത്തിച്ചേരുന്നത് 10:00-ക്കും 11:00-നും ഇടയിലുള്ള സമയത്താണ്. ഈ ട്രെയിൻ പോകുന്നത് 11:30. ഏകദേശം അരമണിക്കൂർ സമയം നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനും ഒക്കെ കൂടി കിട്ടുന്നുണ്ട്. ഈ ട്രെയിൻ 11:30 പുറപ്പെട്ടെന്നാൽ 11:50 ആകുമ്പോൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഞാനിന്ന് കാണിക്കുന്നത് ട്രെയിനിന് പോകുന്നതല്ല, ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും എങ്ങനെ ബസ്സിന്, പബ്ലിക് ട്രാൻസ്പോർട്ടിന് നമുക്കെങ്ങനെ വേളാങ്കണ്ണിയിലേക്ക് പോകാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരുടെയും സംശയമാണ് എങ്ങനെ നമുക്ക് നാഗപട്ടണത്ത് നിന്നും വേളാങ്കണ്ണിക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് 3 മാർഗമുണ്ട്. ഒന്ന് ട്രെയിൻ, രണ്ടാമത് പബ്ലിക് ട്രാൻസ്പോർട്ട്, മൂന്നാമത് ടാക്സി. ഈ കാണുന്നതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഇവിടെ നിന്നും വേളാങ്കണ്ണി പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. നമുക്കിവിടെ നിന്ന് നാഗപട്ടണം ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്നും ബസ്സിന് എങ്ങനെ പോകാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ കാണുന്നത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിയാൽ ഈ കാണുന്നതാണ് മെയിൻ റോഡ്. കണ്ടോ, ഇത്രയും ദൂരമേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നൊരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ റോഡിലേക്ക്. ഇവിടെ നിന്നും മുൻപോട്ട് ഇറങ്ങിയാൽ റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് അധികം ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ് നിന്നപ്പോൾ തന്നെ ബസ് വന്നു. ഇതാണ് ആ ബസ്. റോഡിലൊന്നും വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ബസ്സൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ നാഗപട്ടണത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്ക് 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ടാകും. ഇവിടെ നിന്നും 13 കിലോമീറ്ററാണ്. 15 രൂപയാണ് ഇവിടെ നിന്ന് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ധാരാളം ബസ്സുകളുണ്ട്. ഈ പോകുന്നതും വേളാങ്കണ്ണി ബസ് തന്നെയാണ്. ഇങ്ങനെ നേരെ പോയി ഒരു 8-9 കിലോമീറ്റർ ചെല്ലുന്നത് വരെ ഈ മെയിൻ റോഡാണ്. അത് കഴിഞ്ഞാണ് ഈ റോഡ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വേളാങ്കണ്ണി പള്ളിയിലെ റോഡിലേക്ക് കയറുന്നത്. ഇതുണ്ടോ, ഈ റോഡാണ് പള്ളിയിലേക്ക് പോകുന്ന റോഡ്. ഈ റോഡ് നേരെ തന്നെ അങ്ങ് പോയാൽ മതി. പുറത്ത് നല്ല വെയിലാണ്, നല്ല ചൂടും വെയിലുമാണ്. ഇത് നേരെ ചെല്ലുന്നത് വേളാങ്കണ്ണി പള്ളി ബുക്കിംഗ് ഓഫീസിൻ്റെ മുൻപിലത്തെ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഈ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വലിയ സ്നേഹമായിരുന്നു. കാര്യം എന്നെ വിളിച്ച് മുമ്പിലിരുത്തി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഉണ്ടോ, അങ്ങനെയാണ് ഞാൻ ഇത് മുമ്പിലിരുന്ന് വീഡിയോ എടുക്കുന്നത്. ബസ്സിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. കാര്യം നമ്മുടെ മലയാളികളാരും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഈ ബസ്സുകൾ ഉപയോഗിക്കുന്നത് കുറവാണ്. അത് അപൂർവം കുറച്ച് പേര് മാത്രമേ ഈ ബസ് ഉപയോഗിക്കുകയുള്ളൂ. എല്ലാവരും ട്രെയിനിനാണ് പോകുന്നത്. ട്രെയിനിന് നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ ചെന്നാൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് വേണം നമ്മൾ പള്ളിയിലേക്ക് പോകാൻ. അവിടെ നിന്ന് കൊണ്ട് 1 കിലോമീറ്റർ ദൂരം പള്ളിയിലേക്ക്. അതുകൊണ്ട് ബസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ ബസ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ് വന്നു. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് കൊണ്ട് ബസ് ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയൊക്കെ ധാരാളം റൂമുകളുണ്ട്. പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ചേർന്ന് തന്നെയാണ് നമ്മുടെ പള്ളി വക ബുക്കിംഗ് സ്റ്റാൾ വരുന്നത്. ഷൈൻ റൂം ബുക്കിംഗ് ഓഫീസ്.
നമുക്കതിൻ്റെ അകത്തേക്കൊന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. കണ്ടോ, ഈ കാണുന്നതാണ് പള്ളി വക റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള കൗണ്ടർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൗണ്ടറാണ് കേട്ടോ ഇത്. ഇനി പുറത്തെ കാഴ്ചകൾ. ധാരാളം ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. കരിക്കുണ്ട്, ഇവിടെ മാങ്ങ, കപ്പലണ്ടി. ഈ കാണുന്നത് പനന്നൊങ്ക് ഉണ്ടോ, പനന്നൊങ്ക് വെട്ടുന്നു. ഇവിടെയൊക്കെ മുമ്പുണ്ടാകുന്ന പല പല ഹോട്ടലുകളും ഇവിടെയൊക്കെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. പിന്നെ സീസൺ ആകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഇത് കണ്ടോ, ഇവിടെ മീനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടോ, പൂരി വറുക്കുന്നു, മീൻ മസാല പെട്ടി വറുത്ത് വെച്ചേക്കുന്നു. അത് ഈ കാണുന്നതാണ് ഇവിടുത്തെ മീൻ മാർക്കറ്റ്, നേരെ കാണുന്നത് ഉണ്ടോ. ആ കാണുന്നതാണ് വേളാങ്കണ്ണി പള്ളി. ഇതാണ് പള്ളിയുടെ വടക്കേ സൈഡ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാണിച്ചതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പള്ളിയുടെ മുൻഭാഗം മുതലുള്ള വീഡിയോ നമുക്ക് എടുത്തു തുടങ്ങാം. ഈ കാണുന്നതാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന ആ റോഡാണിത്. ഈ റോഡിൽ നിന്നുമാണ് ഞാൻ മുൻപോട്ട് വരുന്നത്. അപ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിച്ചേരും. ഇത് ബീച്ചിലേക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഈ കാണുന്നത് ഈ ചാപ്പൽ കണ്ടോ, ഇത് പള്ളിയുടെ മുൻഭാഗത്തുള്ള ഒരു ചാപ്പലാണ്. എല്ലാവരും മെഴുകുതിരി ഒക്കെ കത്തിക്കുന്ന ഒരു ചെറിയ ചാപ്പലാണിത്. ഞാനിപ്പോൾ ബീച്ച് റോഡിൽ നിന്ന് നടന്നു വരികയാണ്. ഇതാണ് പള്ളിയുടെ മുൻഭാഗമേ. ഇതിൻ്റെ ഈ മുൻഭാഗത്ത് മാതാവിൻ്റെ രൂപയിടിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇപ്പോൾ ധാരാളം പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പല ഭാഗത്തും അടച്ചു വെച്ചിരിക്കുകയാണ്. രാവിലെ കുർബാന നടക്കുന്നുണ്ട്, എന്നാലും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിൽക്കാനായിട്ട്. ഇതാണ് പള്ളിയുടെ വടക്കേ സൈഡ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളിനെ കൊടിയേറ്റിയിട്ട് കാണുക. ഇത് ജൂലൈ മാസമാണ്. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതിയാണ്. 2026 ജൂലൈ മാസം 10-ാം തീയതി. ഇനി വന്നാൽ ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ഇവിടെ ഇതാണ് ഒരു പള്ളിയുടെ ഒരു ഫുഡ് കോർട്ടാണ് കാണുന്നത്. അവിടെയാണ് നമ്മുടെ പള്ളിയുടെ ഷോപ്പിംഗ് മാൾ ഉള്ളത്, ഷൈൻ ഷോപ്പിംഗ് മാൾ. ഇതാ അവിടെ എൻ്റെ മുകളിൽ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ നേർച്ച വസ്തുക്കളുടെ പ്രദർശനാലയം ആണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് മുൻപോട്ട് പോയെന്നാൽ പള്ളിയുടെ തെക്കേ സൈഡിലാണ്. നമുക്കിവിടെ ദൂരത്തു നിന്ന് വരുന്നവർ, സ്റ്റേ ഇല്ലാതെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യമുണ്ട് ഇവിടെ. ഈ ഭാഗത്താണ് അത് വരുന്നത്. ഇതാണ് പള്ളിയുടെ തെക്കേ സൈഡ് വരുന്നത്. കണ്ടോ, നല്ല വെയിലാണ്, കരിഞ്ഞു പോകുന്ന വെയിലാണിത്. ഈ കാണുന്നതാണ് ആവേ മരിയ. ആവേ മരിയ, ഇതിനകത്ത് തന്നെയാണ് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മലയാളി അച്ഛന്മാരൊക്കെ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും, അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞെന്നാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്, ആവേ മരിയ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കുർബാനപ്പണം കൊടുക്കുന്ന സ്ഥലമുള്ളത്. ഇതാണ് കുർബാനപ്പണം കൊടുക്കുന്ന സ്ഥലം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ ഇവിടെ പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. എത്ര കുർബാന വേണം കണ്ടോ. കുർബാന നിയോഗങ്ങൾ നൽകുന്നതിനുള്ള സ്ഥലം, ദേവാലയ വഴിപാട്. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ ഫോം പൂരിപ്പിച്ചിട്ട്
നമ്മൾ ഈ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഞാനീ കാണിച്ച ആവേ മരിയയും കുർബാന പണം കൊടുക്കുന്ന സ്ഥലവും പള്ളിയുടെ തെക്കേ സൈഡിലാണ്. ഈ കാണുന്നത് ഈശോയുടെ ഒരു സ്റ്റാച്ചു ആണ്. നമ്മൾക്ക് അതിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഈ വേളാങ്കണ്ണിയിൽ വന്നാൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് കുടിവെള്ളം എടുക്കുന്നതാണ്. നമ്മുടെ പള്ളി വക ഫിൽട്ടർ വാട്ടറാണത്. പള്ളിയുടെ ഏകദേശം ഒരു 100 മീറ്റർ ഇടവിട്ടാണ് ഈ ടാങ്കുകൾ വെച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കുവാനായിട്ട് ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ 30 രൂപയൊക്കെ വെച്ച് ഇവർ വാങ്ങിക്കും. നമുക്ക് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു പാത്രം, ഒരു കുപ്പിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഭയങ്കര ചൂടാണ്, ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല ഫിൽട്ടർ വാട്ടർ ഫ്രീ ആയിട്ട് കുടിക്കാൻ പറ്റും. ഇപ്പം ഞാനിങ്ങനെ വന്ന് എല്ലാ പള്ളികളുടെയും നടുഭാഗത്ത് വന്നിരിക്കുകയാണ്. അവിടെയാണ് വടക്കേ സൈഡിലുള്ള പള്ളി, ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ പള്ളി ആ കാണുന്നത്. ഇതാണ് നമ്മുടെ വലിയ പള്ളിയുടെ പുറകുവശം. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയെന്നാൽ നമ്മളുടെ മുട്ടിൽ നീന്തിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്. മുട്ടിൽ നീന്തിപ്പോകുന്ന സ്ഥലമാണ് ഇതാണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് മുട്ടിൽ നീന്തിപ്പോകുന്നത്. ഈ സമയത്തൊന്നും ആരും പോകത്തില്ല. വെളുപ്പിനെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ ആൾക്കാർ പോകുള്ളൂ. ഇപ്പം നല്ല ചൂടാണ്, മണ്ണ് നല്ലതുപോലെ ചൂടായി പഴുത്ത് കിടക്കുകയാണ്. കണ്ടോ, ഈ പള്ളിയുടെ പുറകുവശത്തു നിന്നാണ് മുമ്പോട്ടിറങ്ങി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കാണാവോ അങ്ങോട്ട് പോകുന്നത്? ഇതിൻ്റെ തന്നെ ഇടത് സൈഡിൽ വേറൊരു പള്ളിയുണ്ട്. അവിടെയാണ് കുമ്പസാരത്തിന് ഒരുങ്ങുന്ന പള്ളി, ആരാധനാ ചാപ്പലൊക്കെ ഉള്ള പള്ളി. ഈ പള്ളിയുടെ ഒരു 100 മീറ്റർ പടിഞ്ഞാറോട്ട് മാറിയാണ് ഇവിടെ ഒരു പള്ളി വക സ്റ്റേ ഉണ്ട്, ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. സെന്റ് പീറ്റർ ആൻഡ് പോൾ പിൽഗ്രിംസ് ക്വാർട്ടേഴ്സ് ആ കാണുന്നതാണ് ഇത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ വേറൊരു സൗകര്യമുണ്ട്. നമ്മൾ പുതിയതായിട്ട് കാറൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെഞ്ചരിക്കാൻ പറ്റും. ഫ്രീ വെഹിക്കിൾ ബ്ലെസ്സിങ് ടൈമിംഗ് കണ്ടോ, രാവിലെ 8:30 മുതൽ 9 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണി വരെ, പിന്നെ വരുന്നത് 5:30 തൊട്ട് 6 മണി വരെ. അതാണ് ഇവിടെ നമ്മൾ പുതിയതായിട്ട് അവിടുന്ന് വാഹനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന് വെഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇവിടെ. ആ കാണുന്ന പള്ളി കേട്ടോ, അവിടുന്ന് 100 മീറ്റർ ദൂരമേ ഇങ്ങോട്ടുള്ളേ. ഈ സൈഡിലേക്ക് ധാരാളം റൂമുകളുണ്ട്, പള്ളിവക റൂമുകളാണ് ഇതെല്ലാം. പള്ളിവക റൂം തന്നെയുണ്ടോ, സെന്റ് ലൂക്ക് പിൽഗ്രിംസ്. കൂടാതെ ഇവിടെ ഇൻഫന്റ് ജീസസ് എന്ന് പറയുന്ന റൂം. ഈ പള്ളിവക റൂം എടുക്കുമ്പോൾ പ്രത്യേകിച്ചുള്ള കാര്യം, പള്ളിവക റൂം ചെറിയ റൂം 600 രൂപ മുതൽ മുകളിലോട്ടുണ്ട്. ഏകദേശം 600, 700, 800 രൂപ വരെയൊക്കെയാണ് ഈ റൂമിന് റേറ്റ് വരുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 500 രൂപയുടെ ബുക്ക് റൂം ഒരു ദിവസം ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി പൈസ 1000 രൂപ നമ്മൾ കൊടുത്തിരിക്കണം. കാര്യം ആ ഡിപ്പോസിറ്റാണ്. നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആകുമ്പോഴാണ് നമുക്ക് ആ പൈസ അവർ തിരിച്ചു തരും. പിന്നെ പ്രൈവറ്റ് റൂം എടുക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്, ഒരിക്കലും നിങ്ങൾ പോയി വെട്ടിൽ വീഴരുത്. റൂമിൽ ചെന്ന് അതിൻ്റെ ആരാണ് റൂം പോയി അവരുമായിട്ട് പോയി ആ റൂം നമ്മൾ നല്ലതുപോലെ കാണണം. പ്രത്യേകിച്ച് ടോയ്ലറ്റൊക്കെ വളരെ മോശമായിരിക്കും. നമുക്ക് റൂം തന്നിട്ട് നമ്മൾ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പം പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് പിന്നെ റൂം മോശമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ്നാടാണ്, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് തമിഴ് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പെട്ടുപോകും. ഓൺലൈൻ വഴി ടിക്കറ്റ് റൂം ബുക്ക് ചെയ്യുന്നവരോട് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൂമിൻ്റെ യഥാർത്ഥ അവസ്ഥയും ആ ഫോട്ടോ കണ്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ ഇപ്പം ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റാൻ നല്ല സുഖമാണ്. ഇപ്പം AI അതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫോട്ടോ കണ്ടൊന്നും ആരും റൂമെടുത്ത് പോയി വീട്ടിൽ വീഴരുത്. നല്ലതുപോലെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം റൂം എടുക്കുക. ഒരു ദിവസം താമസിക്കുന്നത് നമുക്ക് നല്ലതുപോലെ താമസിക്കാൻ പറ്റും. AC റൂമിന് ഇപ്പം ഞാൻ ഇന്നെടുത്ത AC റൂമിന് 1300 രൂപയുള്ളൂ. വലിയ റൂമ് കുഴപ്പമില്ല, നല്ല റൂമാണ്. നോൺ AC തന്നെ ആ റൂമിൽ അവിടെ 800 രൂപയുള്ളൂ. പിന്നെ സീസൺ ആകുമ്പോൾ അതനുസരിച്ച് റൂമിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഈ കാണുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലോ കാറിലോ ഒക്കെ വന്നാലും നമുക്ക് ഇവിടെ വന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. ആ കാണുന്നതാണ് പള്ളിയുടെ ഒരു വലിയ ബിൽഡിംഗ് ആണ്. അസീസി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. പള്ളിവക താമസ സ്ഥലമാണത്. ധാരാളം വണ്ടികളുണ്ട് ഇവിടെ. ഈ
ഈ കാണുന്ന അസിസിയുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ്, ഇവിടെ ആദ്യം തന്നെയാണ് ഒരു ചർച്ചിന്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ചർച്ച് ക്യാൻറ്റീൻ ഇവിടെ സെൽഫ് സർവീസ് ആണ്. അത്യാവശ്യം നല്ല ഫുഡാണ്. പിന്നെ ഫുഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഫുഡ് ഓർഡർ ചെയ്തതും കഴിക്കുന്നതൊക്കെ. എന്നാലും ഇവിടുത്തെ ഫുഡ് വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്നാക്സ് കൗണ്ടറുണ്ട്. ഇതിനകത്ത് ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM കൗണ്ടറുണ്ട്. ഈ അസിസി ബിൽഡിങ്ങിന്റെ ഇവിടെ വന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വേറെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറയുന്നതേ, ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ സംഭവം വേറൊന്നുമല്ല, ഉച്ചയ്ക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരു ആളെന്നോട് ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് ഇട്ടായിരുന്നു, മോശമായിട്ടുള്ള. എന്തിനാണ് ഫ്രീ ആയിട്ട് ഫുഡ് മാത്രമാക്കുന്നത്, പള്ളി മുറ്റത്തിരുന്ന് ഉറങ്ങാൻ പറ്റും. വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ബഡ്ജറ്റായിട്ട് വരുന്ന സാധാ ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഹൈ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ഒന്നും അല്ല ഞാൻ ഇടുന്നത്. ഇത് കണ്ടോ, ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഇവിടെ? ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. എന്നാൽ ആർക്കും ഇത് വേണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവർ കൊടുക്കുന്നത്? കണ്ടോ, ഒരുപാട് പേരുണ്ട്. നമ്മുടെ മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, ആന്ധ്രാക്കാരുണ്ട്, കർണാടകക്കാർ, എല്ലാ സംസ്ഥാനത്തും ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഈ ഉച്ചവേലത്തെ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ആൾക്കാരുടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊരു നേർച്ച ഭക്ഷണം കൂടിയാണ്. ഉണ്ടോ, എന്തോ ഒരു ആളാ നോക്കി നിൽക്കുന്നത്. ഏകദേശം ഒരു 300 മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. ഇപ്പോൾ സമയം വരുന്നത് 11:40 ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് 12:30 ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ധാരാളം ആൾക്കാർ ഇപ്പം തന്നെ വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഭക്ഷണം കഴിക്കാൻ. എന്നാലും ഇവിടെ തുറക്കുകയുള്ളൂ, തുറന്നിട്ട് അകത്തേക്ക് കയറി കഴിക്കാൻ പറ്റും. ഇവിടുത്തെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സാമ്പാർ, അവിയൽ, തോരൻ, അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഉണ്ട്. കൂട്ടത്തിൽ പായസവും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഊണാണ് ഇവിടെ തരുന്നത്. ഇവിടെയാണ് നമ്മുടെ കിണറുപള്ളിയുടെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു ഷൈൻ റിട്രീറ്റ് സെന്റർ, ഒരു ധ്യാന കേന്ദ്രമുണ്ട് ഇവിടെ. ഈ കാണുന്നത് നമ്മുടെ മോണിസ്റ്റർ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓഡിയോ വിഷ്വൽ ഹാളാണ്, AC ഹാളാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് ഇവിടെ ഓഡിയോ വിഷ്വൽ നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെത്. ഉണ്ടോ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമാണ് നടക്കുന്നത്. പിന്നെ 10 AM തൊട്ട് തമിഴിലുള്ളത്, 11:30 തൊട്ട് മലയാളത്തിലുള്ള ഓഡിയോ വിഷ്വൽ, പിന്നെ 3 മണിക്കാണ് തെലുങ്കു, ഹിന്ദി അങ്ങനെയുള്ളത്. ഇതാണ് ഓഡിയോ വിഷ്വൽ നടക്കുന്ന സ്ഥലം. ഈ സ്ഥലം വരുന്നത് മോണീശ്വർ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റാണ്. കാണുന്നതാണ് മോണീശ്വർ ചർച്ച്. മോണീശ്വർ നമ്മുടെ മലയാളം കുർബാന നടക്കുന്ന സ്ഥലം. അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കിണറുപള്ളി. കിണറുപള്ളിയുടെ ചുറ്റുമെല്ലാം അടച്ചു വച്ചിരിക്കുകയാണ്. ഏകദേശം ഇവിടെ എല്ലാം പണി നടക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മോഡലായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ്സൊക്കെ ഇട്ട് എന്തോ ഒരു ചെറിയ പോണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ്സൊക്കെ ഇടാൻ വേണ്ടി പരിപാടിയാണ്. കാണുന്നതാണ് കിണറുപള്ളി. കിണറുപള്ളിയുടെ ഈ സൈഡിൽ തന്നെ നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന കൗണ്ടറുണ്ട് കേട്ടോ. കണ്ടതേ, നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന കൗണ്ടറാണ് ഈ കാണുന്നത്. കണ്ടുള്ളത് ഈ സൈഡിൽ തണൽ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇരിക്കാം നമുക്ക്. ഇവിടുത്തെ പള്ളിയുടെ അകത്തോട്ടൊന്നും ക്യാമറയൊന്നും കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോകാൻ നിയമമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയുടെ അകത്തൊന്നും ക്യാമറ കയറ്റുന്നില്ല, കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. വൈകുന്നേരമൊക്കെയാണ് നല്ല രസമാണ്, തണലായിരിക്കും.
ഈ കാണുന്നതാണ് നമ്മുടെ മാതാക്കുളത്തിലെ വെള്ളം എടുത്തിട്ട് നമുക്ക് കുടിക്കുവാൻ തരുന്ന സ്ഥലം. നമുക്കതൊന്ന് നോക്കിയാലോ കുടിക്കാനായിട്ട്. ഒരു നിറച്ച് വെള്ളം മേടിച്ച് കുടിക്കാം. ഹായ്, ഈ ചേച്ചിയെ വെള്ളം തരുന്നത് കേട്ടോ, കുടിക്കാൻ തരുന്നത്. ഞാൻ നേരത്തെ അവിടെ വെച്ച് കാണിച്ചില്ലേ, നമ്മുടെ വലിയ പള്ളിയുടെ അവിടെ നിന്ന് ഓപ്പോസിറ്റായിട്ട് നീന്തി വരുന്ന സ്ഥലം. ഇവിടെയാണ് നീന്തി എത്തുന്നത് കേട്ടോ. ഇവിടെയാണ് മുട്ടിൽ നീന്തി വന്ന് എത്തുന്ന സ്ഥലം. അവിടുന്ന് ഇവിടം വരെ. നമുക്കടുത്തത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോകാം. ഈ കാണുന്നതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഈ ചർച്ചിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികൾ കൂടുതലായി വരുന്ന സ്ഥലം. വേറൊന്നുമല്ല, ഇവിടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളത്തിലുള്ള കുർബാന ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. കുർബാന കഴിഞ്ഞാൽ പിന്നെ പള്ളി അടച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ രാത്രിയിൽ, ഇന്നലെ ഞാൻ രാത്രിയിൽ ഇവിടെ വന്നപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്ത് കുറച്ച് ഇരുന്നായിരുന്നു. കൊള്ളാം, നല്ല ഒരു അന്തരീക്ഷമാണ് രാത്രിയിൽ, തിരക്കൊന്നുമില്ല. പിന്നെ രാത്രിയിൽ ഒരുപാട് സമയം ഇരിക്കരുത്, ഏകദേശം ഒരു 10 മണി വരെയൊക്കെയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഈ പള്ളിയുടെ മുൻഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ പള്ളി മുട്ടിൽ നിരങ്ങി വരുന്ന ആ റോഡ് തീരുന്നതിന് മുമ്പായിട്ട് ഉള്ള വടക്കേ സൈഡിലുള്ള ഒരു പള്ളിയാണ്. പല പല ഭാഷകളിൽ ലിറ്റർജിക്കൽ ടൈമിംഗ് ഇൻ ദ ഷ്രൈൻ ബസിലിക്ക, നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിലെ കുർബാനകളുടെയൊക്കെ ഒരു സമയത്തിന്റെ വിവരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാവോ? ഓക്കെ, ഈ കാണുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ ഫ്രണ്ട് വശമാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. മുൻഭാഗമാണ് ഈ കാണുന്നത്. വലിയ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പള്ളിയിലേക്ക് വരാനായിട്ട്. മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ ഗ്രോട്ടോയാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവരും പ്രത്യേകം ഓർക്കുക, ഇവിടെ മലയാളം കുർബാന എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ്. അതായത് എല്ലാവരും ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, എന്നെ പല പല വീഡിയോ കണ്ടു കഴിഞ്ഞാണേലും ചിലപ്പോൾ ഓർത്തിരിക്കത്തില്ല, എല്ലാവരും ചോദിക്കും, എന്നെ മെസ്സേജ് ഇടും അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കും കുർബാന സമയം എപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കുള്ള ആണ്. ലത്തീൻ കുർബാനയാണ് മലയാളത്തിലുള്ള കുർബാന. പിന്നെ ഈ മലയാളത്തിലുള്ള കുർബാന നടക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ ആ ഒരു ബൈബിൾ വായിക്കുന്ന സമയമുണ്ട്, ശുശ്രൂഷകൾ ബൈബിൾ വായിക്കുന്നത്. ആ സമയം അതെങ്ങനെയാണ് ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്ന കാര്യമുണ്ട്, അത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കുർബാനയ്ക്ക് ഒരു 8 മണി സമയത്ത് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് വായിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞാൽ മതി, ഞാൻ ആ ബൈബിൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്യണം. അപ്പോൾ ഇവർ നമ്മളുടെ കയ്യിൽ ബൈബിൾ തരും. അത് നമ്മളെ കൊണ്ടത് 1-2 പ്രാവശ്യം വായിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം കുർബാന ഇടയ്ക്ക് നമുക്ക് ബൈബിൾ വായിക്കാവുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ അടുത്തുള്ള ഒരു ഈശോയുടെ രൂപമാണ്. ആകാശമുട്ടെ വളർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ രൂപം.
സേക്രഡ് ഹാർട്ട് സ്റ്റാച്ചു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയ രൂപം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കൊക്കെ വേളാങ്കണ്ണിയിൽ വന്നാൽ എന്തെങ്കിലും നമ്മുടെ നാടൻ ഫുഡ് കഴിക്കണ്ടേ, കേരളത്തിലെ ഫുഡ്. നമ്മളതിനാണല്ലോ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അച്ചാൻസ് റെസ്റ്റോറൻറ്റ്. അങ്ങോട്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ഫോർ സീസൺസ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനോട് നമുക്ക് നേരെ മുൻപോട്ട് പോകാം. ഞാനിപ്പോൾ വരുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണിത്. ഇവിടെയാണ് ഈ കാണുന്നത്, നേരെയാണ് അച്ചാൻസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ എറണാകുളംകാരുടെ തന്നെ മലയാളികളുടെ ഒരു ഹോട്ടലാണിത്. നമ്മുടെ സാധാ നാടൻ കുത്തരി, പിന്നെ നമ്മുടെ സാധാ പുട്ട്, ഇടിയപ്പം, അപ്പം, കടലക്കറി, അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട്. അവർ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ നാടൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹോട്ടൽ, ആ റെസ്റ്റോറൻറ്റ് കൂടി ഒന്ന് കണ്ടു കളയാം. അങ്ങനെ ഞാൻ നടന്ന് ഇവിടം വരെ വന്നു. ഇവിടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതുകൂടാതെ ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാൻസ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ബോർഡ് കാണിച്ചു തരാം. ഭക്ഷണത്തിൻ്റെ പേരും വിലവിവരങ്ങളും എല്ലാം അടങ്ങിയ ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഇത് നോക്കിയാൽ നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അത്യാവശ്യം ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. സാമാന്യം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തനതായ രുചിയിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഇവർ തരുന്നത്. ഇതാണ് ഈ റെസ്റ്റോറൻറ്റ് ഉൾവശം. പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രെയിന് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ട്രെയിനിൽ നിന്ന് വിളിച്ച് പറയാൻ പറ്റും. ഇതിൽ ഞാൻ നമ്പർ തന്നേക്കാം. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം പാഴ്സലാണെങ്കിലും എന്നതാണെങ്കിലും അവരെടുത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് ആ ട്രെയിനിന് വന്ന് കൃത്യസമയത്ത് തന്നെ ആ ഫുഡ് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ വീണ്ടും വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ റോഡിൽ വന്നിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുഭാഗത്തും നിറച്ചും പഴുത്ത മാങ്ങ കൂട്ടി വെച്ച് കച്ചവടം ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മച്ചിമാർ. ഈ കാണുന്നത് ഈ കപ്പലണ്ടി വറുക്കുന്ന ഒരു രീതിയാണ്. കണ്ടോ, മറ്റേ കശുവണ്ടിയുടെ തൊലി കത്തിച്ചിട്ട് ആ ചൂടുകൊണ്ട് കപ്പലണ്ടി വറുക്കുന്നു. ഇതും പള്ളിയുടെ സൈഡിലത്തെ, പള്ളിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഈ കാണുന്നത് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ മുൻഭാഗത്തിൻ്റെ വടക്കേ സൈഡാണ്. ഇവിടെ ധാരാളം കടകളുണ്ട്. അതായത് നമ്മുടെ സ്നാക്സുകൾ, കപ്പലണ്ടി, പിന്നെ ഞുറുക്ക്, ഹലുവ, കടല, പിന്നെ ഒരുപാട് മിഠായികൾ, പിന്നെ ഡ്രസ്സുകൾ, നമ്മുടെ കൂടാതെ നമ്മുടെ കൊന്ത, കീ ചെയിൻ, ഫോട്ടോകൾ, അങ്ങനെ ധാരാളം സാധനം വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ ഈ സൈഡിലെ. ആ കാണുന്ന കണ്ടോ പള്ളിയുടെ മുൻഭാഗമാണ്, അതിൻ്റെ വടക്കേ സൈഡിലാണിത്. പിന്നെ പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. മാലകളൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൂടാതെ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പള്ളി വക മുട്ടയടിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഞാൻ താമസിച്ച റൂം ഏതാണെന്ന് വെച്ചാൽ പ്രസന്ന ലോഡ്ജ് എന്ന് പറയും. ഈ കാണുന്ന പള്ളിയുടെ കിഴക്ക് ഭാഗത്തുനിന്ന് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഒരു റൂമാണ് പ്രസന്ന ലോഡ്ജ്. ഈ കാണുന്നതാണ് നിത്യാരാധന ചാപ്പൽ. അതിനോട് ചേർന്ന് തന്നെയാണ് കുമ്പസാരത്തിന് ഒരുക്കമായുള്ള സ്ഥലം. അതിൻ്റെ സൈഡിൽ തന്നെയാണ് കുമ്പസാരിക്കുന്ന സ്ഥലവും. നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണല്ലോ ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു ചെറിയ ക്ലിനിക്ക്. അത് രാവിലെ 8 തൊട്ട് 1 മണി വരെയും വൈകുന്നേരം 4 തൊട്ട് 8 മണി വരെയും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ.
ആരോഗ്യമാതാ ഹോസ്പിറ്റൽ നേരെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. ഓക്കെ, ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോൾ വേളാങ്കണ്ണിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസമാണ് വന്നത്. ഇതിപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3-ാം മാസവും ഞാൻ വന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ വേളാങ്കണ്ണി വീഡിയോ കാണിക്കുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിനെ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം ഞാനൊരു മറുപടിയായിട്ടാണ് പിന്നെയും ഞാൻ വീഡിയോയായി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ വീഡിയോയ്ക്കുള്ള സംശയങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തണം. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ പഴയ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.